ഹലോ ഗേസ് ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റത്തെ ഇൻഫോ തന്നെ ESL സ്നാപ്ഡ്രാഗൺ പ്രോ സീരീസ് ₹1 കോടി പ്രൈസ് പൂൾ വരുന്നതിന്റെ സെമി ഫൈനൽസിന്റെ വീക്ക് 2 അതായത് ഡേ 6 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ കംബാക്ക് ആണ് നമുക്ക് ഇന്നലെയും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ സോളിന്റെ ആ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ലാസ്റ്റ് PNXനെ ഫിനിഷ് ചെയ്തുകൊണ്ട് 17 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ എന്നാണ് ടീം സോൾ ഇവിടെ സ്വന്തമാക്കിയത്. ഐഡിയൽ മാന്യയുടെ വേറെ ലെവൽ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. മാന്യ സോളോ 7 ഫിനിഷസ് ആണ് ഈ ഒരു മാച്ചിൽ സ്വന്തമാക്കിയത്. മാച്ച് 2 നമുക്ക് സോളിന്റെ ആ ഒരു ബാക്ക് ടു ബാക്ക് ചിക്കൻ ഡിന്നറാണ് കാണാനായിട്ട് സാധിച്ചത്. മിറാമറിലും സോള് ആ ഒരു ചിക്കൻ ഡിന്നർ കൊണ്ടുപോയി. ലാസ്റ്റ് റോണി ആ ഒരു 1v1 ഫൈറ്റിലാണ് ടീമിന് വേണ്ടിയിട്ട് ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയത്. സോളിന്റെ വേറെ ലെവൽ കംബാക്ക് ആണ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത്. ഡേ 5ന്റെ ലാസ്റ്റ് മാച്ചിൽ ടീം ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിക്കൊണ്ട് നിർത്തിയാൻ ഡേ 6ലെ ഫസ്റ്റ് 2 മാച്ചും ചിക്കൻ ഡിന്നർ അങ്ങനെ ഹാട്രിക് ചിക്കൻ ഡിന്നറോട് കൂടിയുള്ള കംബാക്ക് ആണ് ESLൽ നമ്മളെ സോള് കാഴ്ചവെച്ചിട്ടുള്ള വേറെ ലെവൽ അഗ്രഷൻ നമുക്ക് ടീമിന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു. ആൻഡ് മാച്ച് 3 നമുക്ക് കാർണിവൽ ഗെയിമിങ്ങിന്റെ വകയാണ് ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചത്. 11 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് കാർണിവൽ ഗെയിമിങ് സ്വന്തമാക്കിയത്. നമ്മളെ മലയാളികളുടെ സൈറക്സിൽ അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. സാൻഹോക്കില് റെഡ് എക്സിന്റെ വക നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 8 ഫിനിഷസോട് കൂടി 18 പോയിന്റാണ് റെഡ് എക്സ് സ്വന്തമാക്കിയത്. നമ്മുടെ മലയാളിയായുള്ള ഈവിള് കളിക്കുന്ന JenXFM 5 പോയിന്റ് സ്വന്തമാക്കിയ മാച്ച് 5 വീക്കെൻഡിൽ ഒറാങ്കുട്ടം 15 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയത്. ലാസ്റ്റ് മാച്ചിൽ ഗോഡ്സ്ട്രെയിന്റെ വക നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 16 പോയിന്റ് ടീം സ്വന്തമാക്കി. നമ്മളെ മല്ലുവർഗയുള്ള മിത്ത് ഒഫീഷ്യൽസ് ഇവിടെ 11 പോയിന്റും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെമി ഫൈനൽസിന്റെ പകുതി അതായത് 6 ദിവസം അവസാനിച്ചപ്പോൾ VST തന്നെയാണ് ആ ഒരു പോയിന്റ് ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്നത് 175 പോയിന്റായിട്ട്. സെക്കൻഡ് നമ്മളെ ഗോഡ്സ്ട്രേ നിൽക്കുന്നുണ്ട് 154 പോയിന്റായിട്ട്. തേർഡ് ഗോഡൽ നിൽക്കുന്നുണ്ട് 151 പോയിന്റായിട്ട്. സോള് ഇന്നലെ 3 മാച്ചുകളിൽ 53 പോയിന്റ് സ്വന്തമാക്കിക്കൊണ്ട് 14 സ്ഥാനത്ത് നിന്ന് 4 സ്ഥാനത്തേക്ക് വേറെ ലെവല് കംബാക്ക് കാഴ്ചവെച്ചിരിക്കുകയാണ് 140 പോയിന്റായിട്ട്. 11 സ്ഥാനത്താണ് നമ്മളെ സൈറക്സ് കളിക്കുന്ന കാർണിവൽ ഗെയിമിംഗ് നിൽക്കുന്നത് 118 പോയിന്റായിട്ട്. 23 സ്ഥാനത്ത് JenXFM നിൽക്കുന്നുണ്ട് 85 പോയിന്റായിട്ട്. 26 സ്ഥാനത്ത് നമ്മളെ മിത്ത് ഒഫീഷ്യൽസ് നിൽക്കുന്നുണ്ട് 74 പോയിന്റായിട്ട്. അങ്ങനെ 6 ദിവസങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും 6 ദിവസം ഈ ഒരു സെമി ഫൈനൽസ് ഉണ്ട്. വെള്ളി ശനി ഞായർ ദിവസങ്ങളാണ് മത്സരങ്ങൾ ഉണ്ടാവുന്നത്. അതിനുശേഷം നമുക്കറിയാം ആരായിരിക്കും ആ ഒരു ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവുന്ന 16 ടീമുകൾ എന്ന്. ഇപ്പോൾ ഡേ 6 അവസാനിച്ചപ്പോൾ ടോപ്പ് ഫ്രാഗർ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ തന്നെയാണ് ആ ഒരു ടോപ്പിൽ നിൽക്കുന്നത് 48 ഫിനിഷസുമായിട്ട്. ടീമുകൾ ഏതും മാറിക്കോട്ടെ പവറിന്റെ ആ ഒരു സ്കില്ലിൽ മാറ്റമില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഏതൊരു ടീമിൽ പോയാലും ആ ഒരു ടോപ്പ് ഫ്രാഗർ ലിസ്റ്റിൽ നമുക്ക് പവറിനെ കാണാനായിട്ട് സാധിക്കും. അതാണ് പവറിന്റെ ആ ഒരു ഗൺ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഡേ 7 മത്സരങ്ങൾ അടുത്ത വെള്ളിയാഴ്ച കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്നു മുതൽ പുതിയൊരു തേർഡ് പാർട്ടി ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്റ്റസ്റ്റി സ്പോർട്സ് കണ്ടക്ട് മൾട്ടിവേഴ്സ് സീരീസ് BGMA ഇവന്റ് 3 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ് പൂൾ വരുന്നത്. ഇതിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. 4 ദിവസമാണ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ വരുന്നത്. 32 ഇൻവൈറ്റഡ് ടീംസുകളും 32 ക്വാളിഫൈഡ് ടീംസുകളും അങ്ങനെ 64 ടീമുകളാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ മത്സരിക്കുന്നത്. നമ്മളെ മല്ലു ടീമായുള്ള നമ്മളെ പാബിലോയുടെ ടീമായുള്ള AOP അതേപോലെ നോണെക്സ് മിത്ത് ഒഫീഷ്യൽസ് EMP തുടങ്ങിയുള്ള ടീമുകളാണ് ഇതിൽ മത്സരിക്കുന്ന മാച്ചുകൾ നിങ്ങൾക്ക് അപ്റ്റസ്റ്റി സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ കാലൻ ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് IGLും അതേപോലെ നമ്മളെ കേരളത്തിൽ നിന്നും ഒഫീഷ്യൽ ഇവന്റിലേക്ക് ക്വാളിഫൈ ആയാലും ആ ഒരു ടീമിൽ ഇൻസൈനിലും ബ്ലൈൻഡിലും ഒക്കെ കളിച്ചിട്ടുള്ള കാലത പുതിയൊരു ടീമിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. LHS ആയിട്ടുള്ള മല്ലു ടീമിലേക്കാണ് നമ്മളെ കാലൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ അനൗൺസ്മെന്റ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കാലന്റെ കൂടെ ബാക്കി ഏതൊക്കെ പ്ലേയേഴ്സ് ആയിരിക്കും കളിക്കാൻ പോകുന്നത് അതിന്റെ അനൗൺസ്മെന്റ് നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഏത് പ്ലേയേഴ്സ് ആയിരിക്കുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും വമ്പൻ അനൗൺസ്മെന്റുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വരാനിരിക്കുന്ന കേരളത്തിൽ സ്പോർട്സിന് ഇത് വലിയൊരു ബൂസ്റ്റ് തന്നെ ആയിരിക്കും. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോർട്സിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇന്നലെ ഒരു അനൗൺസ്മെന്റ് കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഗെയിമായുള്ള ഇൻഡസ് ബാറ്റിൽ റോയാളുടെ റോസ്റ്റർ അനൗൺസ്മെന്റ് നമ്മളെ ബ്ലൈൻഡ് സ്പോർട്സ് ഇന്നലെ ഒഫീഷ്യലി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇൻഡസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വമ്പൻ ഇവന്റുകൾ വരാനിരിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് നമ്മളെ ബ്ലൈൻഡ് സ്പോർട്സിന്റെ ഈ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുള്ള. ഇൻഡസിൽ ബ്ലൈൻഡ് സ്പോർട്സ് ഡോമിനേറ്റ് ചെയ്യോ ഇല്ലേ നമുക്ക് കണ്ടു തന്നെ അറിയാം. പ്ലേയേഴ്സ് എന്തായാലും മലയാളി പ്ലേയേഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇനി BGMAയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കറന്റ് ഒരു അപ്ഡേറ്റും ഇല്ല. നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക.
എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോഡൽ അമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോളിലേക്കിൽ 2-3 അനൗൺസ്മെന്റുകൾ ഈ ഒരു മാസം വരാനിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളെ നിയോ ഇപ്പൊ ഗോളിലേക്കിന്റെ സ്ട്രീമേഴ്സിന്റെ കൂടെയും കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കൂടെയൊക്കെ കണ്ടന്റ്സ് ഉണ്ടാക്കുന്നു വാച്ച് പാർട്ടി ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഫാൻസ് കണക്ക് കൂട്ടിയിട്ടുള്ള നിയോ ഗോളിലേക്കിലേക്ക് തിരിച്ചു വരുന്നു, അതിന്റെ അനൗൺസ്മെന്റ് ആയിരിക്കും വരാനിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മളെ ഫാൻസുകൾ അത് കണക്ക് കൂട്ടി വെച്ചിട്ടുള്ളത്. നിയോ അതിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗോളിലേക്കിന്റെ മെമ്പേഴ്സുമായിട്ടും കാര്യങ്ങളൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പൊ എന്തായാലും ഗോൾ ലേക്കിലേക്ക് ജോയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ അനൗൺസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് നിയോ ലൈവ് സ്ട്രീമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഗോൾ ലേക്കിൽ വരാനിരിക്കുന്ന അനൗൺസ്മെന്റുകൾ എന്തായിരിക്കുമെന്ന് നമുക്ക് എന്തായാലും വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ എപ്പോൾ കമന്റ് രേഖപ്പെടുത്താൻ പഠിച്ചു. ബൈ ഗൈസ്.